ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ച് കോരിയെടുത്തിട്ട് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് എടുക്കാവേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയായിട്ട് എല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി വെക്കുക. എന്നിട്ട് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ പലഹാരത്തിന് മറ്റുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നോക്കാം. ഒരു 2 മീഡിയം സൈസ് സവാളയാണ്, അത് സ്ലൈസായി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റും കൂടി നല്ല കുനുകുന നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇത് മതി കേട്ടോ. ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ സവാള മൊത്തം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടുതലങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ആ എണ്ണയിൽ തന്നെ കുറച്ച് ഒരു പിടി കാഷ്യൂസും ഒരു പിടി കിസ്മിസും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് കിസ്മിസൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ച് കോരി മാറ്റിയ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അതും കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം ഞാൻ ഒരു ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഒന്ന് പരത്തി വയ്ക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും കറക്റ്റ് പരുവത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എണ്ണ അത്രയും ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. മസാലക്കൂട്ടുകളൊക്കെ ഇത്ര മതി. നമ്മൾ നേരത്തെ ചിക്കനിൽ കൂടി നന്നായിട്ട് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇനി നമുക്ക് മുപ്പിച്ച ചിക്കൻ നമ്മുടെ സവാളയും ക്യാരറ്റൊക്കെ മൂപ്പിച്ചതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയായേ. എല്ലാം കൂടി വറുത്ത് കോരി വെച്ച് നമ്മൾ ഫില്ലിങ്സ് നിറച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പലഹാരത്തിന്. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി കുറച്ച് മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച വെള്ളം എടുക്കുക. ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ. വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ആ ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ ചെറിയ ചൂടോട് കൂടി കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ മാവ് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഞാൻ കുഴച്ച് പരുവപ്പെടുത്തിയെടുത്തേ. ഇനി നമുക്ക് കുറച്ച് ചെറിയ ബോളുകളാക്കിയിട്ട് ഇത് ഇലയിൽ പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം വാഴയില നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നൈസായിട്ട് നന്നായിട്ട് വട്ടത്തിന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇലയിലേക്ക് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓട്ടടയ്ക്കൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ നമുക്ക് ഇതും രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്ത സ്ഥലത്ത് നിന്ന് മററ്റത്തെ മാവ് പിടിച്ച് ഇതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സൈഡൊക്കെ അമർത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം എന്താ പരത്തി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുത്ത പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് അടിപൊളി നമ്മുടെ വെറൈറ്റി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ നോമ്പ് തുറയ്ക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി എണ്ണയില്ലാത്തൊരു പലഹാരമാണ്. നമ്മൾ ഇതിൽ ഫില്ലിങ്സ് മാത്രമേ ഇത് എണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ടുള്ളായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആ സവാളയുടെ ചെറിയ മധുരവും പിന്നെ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ ക്യാരറ്റിൻ്റെ എല്ലാം കൂടി ചെറിയ മധുരവും ആ മസാലയുടെ ചെറിയ എരിവൊക്കെ ആവുമ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. കൊച്ചുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിറയെ ഫില്ലിങ്സ് ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നിറയെ ഫില്ലിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്